ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം എസ്രായുടെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എസ്ര 4-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. ബാബിലോണിലെ 70 വർഷത്തെ പ്രവാസത്തിനു ശേഷം യഹൂദാജനം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതും തകർന്നു പോയ അവരുടെ ദേവാലയം പുനർനിർമ്മിക്കുന്നതുമാണ് എസ്രായുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ഇവിടെ അവർ ദേവാലയം പണിയുന്നതായിട്ട് കാണുന്നു. ഇത്തരത്തിൽ തകർന്നടിഞ്ഞ ദേവാലയം എസ്ര വീണ്ടെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും തകർന്നടിഞ്ഞ പലതിനെയും വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വായനാഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, വാതിലുകൾ തുറക്കുന്ന ദൈവം വാഗ്ദത്തങ്ങൾ പാലിക്കുന്നവനാണ്. തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തം നിറവേറ്റുവാൻ പേർഷ്യൻ രാജാവായ കോരശിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തുന്നു. അത് എസ്രായുടെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ അവിശ്വാസിയായ ഒരു രാജാവിനെ കൊണ്ട് തൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവം ശ്രമിക്കുന്നു. പ്രവാസത്തിലായിരുന്ന ജനതകളിൽ 50,000-ഓളം ജനങ്ങൾ സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് തിരിച്ചു വരികയും വാഗ്ദത്ത നിവർത്തിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവം പ്രവർത്തിക്കുമ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. അതിനാൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ക്രിയാത്മകമായി നാം അതിനോട് പ്രതികരിക്കുക. ദൈവം വാതിലുകൾ തുറക്കുമ്പോൾ അതാർക്കും അടയ്ക്കുവാനായിട്ട് കഴിയുകയില്ല എന്നും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൻ്റെ ചില അടഞ്ഞ അധ്യായങ്ങൾ, ശത്രു തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുന്ന നമ്മുടെ ചില വാതിലുകൾ, അവ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുക. രണ്ടാമതായിട്ട്, എതിർപ്പുകൾ നിഷ്ഫലമാക്കുന്ന ദൈവപ്രവൃത്തി നടപ്പിലാകുമ്പോൾ എപ്പോഴും എതിർപ്പുകൾ ഉണ്ടാകാം. ഇവിടെയും ശത്രുക്കൾ വന്ന് പറയുന്നു, ഞങ്ങളും നിങ്ങളോടൊപ്പം പണിയാമെന്ന്. എന്നാൽ ആ സഹായം നിരസിച്ച സെരുബ്ബാബേലിനും യോശുവയ്ക്കും അതൊരു ചതിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിനാൽ നാം ഓർക്കുക, അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ദൈവപ്രവൃത്തിയെ നശിപ്പിക്കും. ഇവിടെ ശത്രുക്കൾ കൊണ്ടുവന്ന എല്ലാ തടസ്സങ്ങളും ദൈവം നിഷ്ഫലമാക്കുകയും അവർ അതിനെ അതിജീവിക്കുകയും ചെയ്യുന്നു. ദൈവത്തിനു വേണ്ടി നാം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പിശാച് നിശബ്ദനായിരിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം പുനർനിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നമുക്ക് തലകള വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ തുറക്കുന്ന വാതിലുകൾ കാണാനും അതിലൂടെ നടക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ശത്രുക്കളുടെ എതിർപ്പിനിടയിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യവും കരുത്തും ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ആമേൻ.